ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കേനെക്സ്. ഇറ്റ്സ് മീ സെനിൻ വടക്കൻ. എടാ, ഇന്നുണ്ടല്ലോ നമ്മൾ വന്നിട്ടുള്ളത് മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ 5ാമത്തെ പാർട്ടുമായിട്ടാണ്. സാറ് കുറെ പാർട്ടായിട്ടല്ലേ വരൽ തുടങ്ങിയിട്ട്. എന്നാലുണ്ടല്ലോ മക്കളെ, ഒരു സന്തോഷ വാർത്ത ഉണ്ട്. ഇന്നത്തെ പാർട്ടോട് കൂടി നമ്മുടെ ഈ ഒന്നാമത്തെ ചാപ്റ്റർ ഇവിടെ അതേടാ, നമ്മളുണ്ടല്ലോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 26, 27, 30 ഈ 3 പേജിൽ ഉള്ള പ്രോബ്ലംസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് അരിത്തമെറ്റിക് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് 4 ടേമുകൾ, സമ്മ്, മിഡിൽ ടേം, തുക, മധ്യപദം ഒക്കെ വെച്ച് കണ്ട് കുറച്ച് കോൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ആ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്ന് പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. സോ കഴിഞ്ഞ ക്ലാസ് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ തൊട്ട് മുമ്പത്തെ മാത്തമാറ്റിക്സിന്റെ ക്ലാസ് ഇതിന്റെ ചുവടെയുള്ള ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് അത് എടുത്ത് കാണാൻ മറക്കരുത്. സോ കമ്മിങ് ബാക്ക് ടു അവർ പ്രോബ്ലം, നമ്മുടെ പ്രോബ്ലത്തിലേക്ക് കടക്കാൻ പോവാണ്. ഒന്നാമത്തെ പ്രോബ്ലം, പേജ് നമ്പർ 26, ക്വസ്റ്റ്യൻ നമ്പർ 1. നോക്കിയേ, എന്താ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? ദ ഫോർത്ത് ടേം, 4ാമത്തെ ടേം എന്ന് പറയുന്നത് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് 3ാമത്തെ ടേമും 5ാമത്തെ ടേമും കൂട്ടിയാൽ എത്ര? അതാണ് സബ് ക്വസ്റ്റ്യൻ 1 സബ് ക്വസ്റ്റ്യൻ എ. ഓക്കെ അല്ലേ? അടുത്ത് സബ് ക്വസ്റ്റ്യൻ ബി ആയിട്ട് ചോദിച്ചിരിക്കുന്നത് 2ാമത്തെ ടേമും 6ാമത്തെ ടേമും കൂട്ടിയാൽ എത്ര? അടുത്തത് സി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 1ാമത്തെ ടേമും 7ാമത്തെ ടേമും കൂട്ടിയാൽ എത്ര? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചല്ലേ, x1, x2, x3, x4, x5, x6, x7 ഇങ്ങനെ ആൾക്കാർ ഒരു ലൈനിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട് എന്ന് വിചാരിച്ചൊരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ അതിന്റെ ആദ്യത്തെ ടേം ആരോന്നുമായിട്ട് കപ്പിളാവും അല്ലെങ്കിൽ പെയറാവും. ആരുമായിട്ടാ? അവസാനത്തെ ആളുമായിട്ട് പെയറാവില്ലേ? അവിടെ നോക്കിയേ, 2ാമത്തെ ആൾ ആരുമായിട്ട് അതിനും പെയറാവുക? 2ാമത്തെ ആൾ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് 2ാമത്തെ ആളുമായിട്ട് പെയറാവും. 3ാമത്തെ ആൾ ആരുമായിട്ടാണ് പെയറാവുക? 3ാമത്തെ ആൾ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് 3ാമത്തെ ആളുമായിട്ട് പെയറാവും. നടുവിലൊരുത്തൻ സിംഗിളായി വന്നു. എന്തായി വന്നു? സിംഗിളായി വന്നു. എന്തോ ഒരു പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. എന്താ പ്രത്യേകത? ഇവിടെയുള്ള എല്ലാ കപ്പിളുകളും, ഓരോ കപ്പിളുകളും എന്താണടാ? ഈക്വൽ ആയിരിക്കും. എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നടുവിലുള്ള ആൾ എന്തായിരിക്കും? നടുവിലുള്ള ആളുടെ ഡബിൾ ആയിരിക്കും സാറേ ഈക്വൽ ആയിട്ടുള്ള ഓരോ കപ്പിളും. എങ്ങനെ? ഇവിടെ ഇപ്പം 8 ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 8 ആണെങ്കിൽ ഈ 8ന്റെ ഡബിൾ, 8ന്റെ ഡബിൾ എത്ര? 8ന്റെ ഡബിൾ എത്ര? 16 അല്ലേ? 16 ആയിരിക്കും ഈ ഒരു കപ്പിള്. ഈ ഒരു കപ്പിളോ അതും 16 ആയിരിക്കും. ഈ ഒരു കപ്പിളോ അതും 16 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എത്രടാ? പറയേ. 3ഉം 8, 3ഉം 5ഉം കൂട്ടിയാല് 3 + 5 18 അല്ല 16. 8ന്റെ ഡബിൾ 16. ഇവിടെ അടിയിലോ 2 + 6, 2ഉം 6ഉം 2ഉം 6ഉം 2ഉം 6ഉം എന്ത് തന്നെയാണ്? 16 തന്നെയല്ലേ? അടുത്ത് 1ഉം 7ഉം 1ഉം 7ഉം അതും 16 തന്നെയല്ലേ? കാരണം എന്താ? നമ്മള് നടുവിലൊരുത്തനുണ്ട്, ഞാനാണ് ഉസ്മാൻ, ഞാൻ നടുവിലുണ്ട്. എന്റെ നേരെപ്പുറത്തുള്ള ആൾ ഒരു കപ്പിള്, എന്റെ അപ്പുറത്തുള്ള ആളും എന്റെ അപ്പുറത്തുള്ള ആളും അടുത്ത കപ്പിള്. ആ കപ്പിള് ഇങ്ങനെ ഓരോ കപ്പിളിനെ ഇങ്ങനെ കൂട്ടി നോക്കുമ്പോൾ നടുവിൽ നിൽക്കുന്ന എന്റെ എന്തായിരിക്കും? ഡബിൾ ആയിരിക്കും. എന്തായിരിക്കും? ഡബിൾ ആയിരിക്കും. കോൺസെപ്റ്റ് കത്തിയോ? യെസ്. കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത് നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കണം. 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കണം. 3ാം പദം, 4ാം പദം, 5ാം പദം എന്നീ 3 പദങ്ങളുടെ തുക എത്രയാണ്? ഇവിടെ നോക്കണേ. 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 3ാമത്തെ പദം പ്ലസ് 4ാമത്തെ പദം പ്ലസ് 5ാമത്തെ പദം കൂട്ടണം. ഞാൻ ചോദിക്കട്ടെ, 3ഉം 5ഉം കൂട്ടിയാൽ എത്ര? 3ഉം 5ഉം കൂട്ടിയാൽ 16 അല്ലേ? 3ഉം 5ഉം കൂട്ടിയാൽ 16 ആണ് നിങ്ങൾ പറഞ്ഞിരിക്കണ്. അപ്പൊ 3ഉം 5ഉം ഞാൻ കൂട്ടിയിട്ടതാ. 3ഉം കൂട്ടി 5ഉം കൂട്ടി, ബാക്കി എന്താ ഉള്ളത്? 4ാമത്തെ ടേം മാത്രല്ലേ ഉള്ളൂ. അപ്പൊ 3ഉം 5ഉം കൂട്ടിയാൽ ഇനി അതിനോട് കൂടെ 4ാമത്തെ ടേം കൂടി കൂട്ടിയാൽ മതി. 4ാമത്തെ ടേം ആരാ? 8. അപ്പൊ 16ഉം 8ഉം കൂട്ടിയാൽ എത്രയാ? 16ഉം 8ഉം കൂട്ടിയാൽ 24. ആൻസർ കിട്ടി. ഡൗട്ട് ഉണ്ട് അല്ലേ? ഒന്നുകൂടി ഇവിടെ ശ്രദ്ധിച്ചോളി. 3, 4, 5 ആണ് നമ്മളോട് കൂട്ടാൻ പറഞ്ഞത്. 3ാമത്തും 5ാമത്തും കൂട്ടിയാൽ 16 ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞാനത് 16 ഇട്ടു. പിന്നെ ഇവിടെ 4ാമത്തെ ടേം മാത്രമല്ലേ ഉള്ളൂ. 4ാമത്തെ ടേം എത്രയാന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്? 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 16 + 8, 16 + 8 എത്രയാ? 24. സിമ്പിൾ. നോക്കിയേ, 2ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 3ാമത്തെ ക്വസ്റ്റ്യൻ. 2ാമത്തെ പദം മുതൽ ശ്രദ്ധിക്കണേ. 2ാമത്തെ പദം മുതൽ 2ാമത്തെ പദം മുതൽ 3, 4, 5, 6, 6ാമത്തെ പദം വരെ കൂട്ടിയാൽ 2ാം പദം മുതൽ 6ാം പദം വരെ
സെക്കൻഡ് ടേം വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് അല്ല വാട്ട് ഈസ് ദ സം ഓഫ് 5 ടേംസ് ഫ്രം സെക്കൻഡ് ടേം ടു 6th ടേം എന്നാണ് ചോദിച്ചത്. രണ്ടാമത്തെ ടേം മുതൽ 6ാമത്തെ ടേം വരെ, അതായത് 2 മുതൽ 6 വരെ കൂട്ടണം. വളരെ സിമ്പിൾ ആണ്. ഇവിടെ നോക്കിയേ, 2ഉം 6ഉം കൂട്ടി, ഇവിടെ നോക്കി 2ഉം 6ഉം കൂട്ടിയാൽ 16 പ്ലസ് 3ഉം 5ഉം കൂട്ടിയാൽ 16 പ്ലസ് 4ാമത്തെ ടേം അല്ലേ ബാക്കിയുള്ളൂ. 4ാമത്തെ ടേം ആരാ? 8. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയാൽ 16ഉം 16ഉം 32, 32 8ഉം കൂട്ടിയാൽ 40. ദ ആൻസർ ഈസ് 40. ഡൗട്ട് ഉണ്ടോ? ആൻഡ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? 4ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ടേം മുതൽ നോക്കിയേ, ഫസ്റ്റ് ടേം മുതൽ 7th ടേം വരെ ഫസ്റ്റ് ടേം കൂട്ടണം, സെക്കൻഡ് ടേം കൂട്ടണം, തേർഡ് ടേം കൂട്ടണം, ഫോർത്ത് ടേം കൂട്ടണം, 5th ടേം കൂട്ടണം, 6th ടേം കൂട്ടണം, പ്ലസ് 7th ടേം കൂട്ടണം. ഈ 7 ടേമും കൂടി കൂട്ടിയാൽ എത്ര കിട്ടുന്ന ചോദിച്ചത്. ഇവിടെ നോക്കടാ, ഇവിടെ നോക്കി 1ഉം 7ഉം കൂട്ടിയാൽ 16, 2ഉം 16ഉം കൂട്ടിയാൽ 2ഉം 6ഉം കൂട്ടിയാൽ 16 പ്ലസ് 3ഉം 5ഉം കൂട്ടിയാൽ 16 പ്ലസ് 4ാമത്തെ ടേം ആരാടാ? 8 അല്ലേ? അങ്ങനെയാണ്. ഇതെല്ലാം കൂടി കൂട്ടി എത്ര ഉണ്ടാവും നോക്കിയേ, 16 പ്ലസ് 16 പ്ലസ് 16 പ്ലസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 56 എന്ന് ആൻസർ കിട്ടും. കുഴപ്പമുണ്ടോടാ? കുഴപ്പമുണ്ടോ? ഓരോ പേരാണ്. സംഭവം സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ഹോട്ടലിൽ പോയപ്പം ഷവായ കഴിച്ചു, ഷവർമ കഴിച്ചു, കുബൂസ് കഴിച്ചു. എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചോ? ദിസ് ഈസ് ഷവായ, ദിസ് ഈസ് ഷവർമ, ദിസ് ഈസ് കുബൂസ്. ഓക്കെ അല്ലേ? ഈ ഷവായക്കും കുബൂസിനും കൂടി ഇത് കോംബോ ആണ്. ഷവായും കുബൂസും കൂടി എന്താണ്? കോംബോ ആണ്. ഇത് കോംബോ ആയിട്ട് വാങ്ങിയപ്പോൾ എനിക്ക് 110 റുപ്യ കിട്ടി. അപ്പൊ ഇത് മൂന്നും, ഈ ഷവർമക്ക് 100 റുപ്യ കേട്ടോ, നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ മതി. ഇതും കൂടി 110 റുപ്യ, ഇതിന് 100 റുപ്യ. അങ്ങനെയാണ്. ഇത് മൂന്നും കൂടി എത്ര വാങ്ങി നോക്കിയേ, 3 കൂടി എത്ര റുപ്യ ഉണ്ടാവും? ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ഷവായും ഈ കുബൂസും കൂടിയുള്ള കോംബോ, ഈ കോംബോക്ക് എത്ര റുപ്യ? 110 പ്ലസ് ഇതിന്റെ നടുവിലുള്ള ഈ ഒരു ഷവർമക്ക് എത്ര റുപ്യ ഉണ്ടാവും? 100 റുപ്യ. അപ്പൊ മൊത്തം എത്ര റുപ്യയായി? 210 റുപ്യയില്ലേ? അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ചെയ്തത് ദാ ഈ 3 സാധനമാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോ. ഈ സാധനത്തിനും ഈ സാധനത്തിനും കൂടി കോംബോ ഓഫറാണ്. അത് രണ്ടും കൂടി കൂട്ടിയാൽ 16, ഇതിനൊറ്റക്കാണ്, ഇതിന് 18. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ 21 കിട്ടി. ഈ രീതിയിലാണ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്തത്. ഇവിടേക്ക് വരുമ്പോൾ 2 കോംബോ ഉണ്ട്. X2ഉം X6ഉം ഒരു കോംബോ, X3ഉം X5ഉം അടുത്ത കോംബോ, X4 സിംഗിൾ ആണ്. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, എടാ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് D എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ അല്ലേ? 9ാമത്തെ ടേമും 10ാമത്തെ ടേമും 11ാമത്തെ ടേമും കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി എന്നാ പറഞ്ഞത്? 90 കിട്ടി. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് 3 ടേംസ് ആണ് കണ്ടുപിടിക്കുന്നത്. ആദ്യം ഞാൻ ചോദിക്കട്ടെ, ഈ 3 കൂടി കൂട്ടിയിട്ട് 90 കിട്ടി. അപ്പൊ ഇതിന്റെ നടുവിലുള്ള മിഡിൽ ടേം ആയിട്ടുള്ള 10th ടേം കിട്ടാൻ എനിക്ക് എന്ത് ചെയ്താൽ മതിയാവും? മിഡിൽ ടേം കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തോ പഠിച്ചല്ലോ. എന്താ പഠിച്ചത്? സം ബൈ നമ്പർ ഓഫ് ടേംസ്. ആരാ സമ്മ്? ഇവിടുത്തെ സമ്മ് 90 അല്ലേ? 3 കൂടി കൂട്ടിയാൽ 90 ആണ്. 90 ഡിവൈഡ് ബൈ ഹൗ മെനി ടേംസ് ആർ ദർ? 1 2 3. 3 എണ്ണം ഉണ്ട്. 90ൽ എത്ര 3 ഉണ്ടടാ? 90ൽ എത്ര 3 ഉണ്ട്? 30. സോ എനിക്ക് കിട്ടി 10th ടേം ഈസ് ഈക്വൽ ടു 30. എന്ത് കിട്ടി? 10th ടേം എന്ന് പറയുന്നത് 30 ആണെന്ന് കിട്ടി. ഇനി എനിക്ക് എന്ത് വേണം? ഫസ്റ്റ് ടേം വേണം. നോക്കടാ, ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? 10th ടേം ഉണ്ട് എന്റെ കയ്യിൽ. 10th ടേമിൽ നിന്നും എത്ര D കുറച്ചാ ഫസ്റ്റിലെത്തും? 10ന്ന് എത്ര കുറച്ചാ 1ലെത്തും? 10ന്ന് എത്ര കുറച്ചാലാടാ 1ലെത്തുക? 9 ആണ്. 9ന് വെറുതെ കുറച്ചാ മതിയോ? പോരാ, D കുറയ്ക്കണം. ആരെ കുറയ്ക്കണം? D കുറയ്ക്കണം. 9D കുറയ്ക്കണം. 10th ടേം എന്ന് പറയുന്നത് 30 ആണ്. 30ൽ നിന്നും 9 ഇൻറ്റു D എന്ന് പറയുന്നത് എത്രയാടാ? 2 അല്ലേ? 2 ആണ്. 9 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 മൈനസ് 18. 30ൽ നിന്നും 18 കുറച്ചാൽ എത്ര ആൻസർ കിട്ടുക? 12 എന്ന ആൻസർ കിട്ടും. സോ ഫസ്റ്റ് ടേം കിട്ടി. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 3 ടേംസ്. ആദ്യത്തെ 3 ടേം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് ടേം 12 ആണ് കിട്ടി. സെക്കൻഡ് ടേം ആരാടാ സെക്കൻഡ് ടേം? കോമൺ ഡിഫറൻസ് 2 അല്ലേ? 2 ആഡ് ചെയ്താൽ പോരെ? 12നോട് 2 ആഡ് ചെയ്താൽ 14, 14നോട് 2 ആഡ് ചെയ്താൽ 16, എക്സെട്ര 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 എക്സെട്ര. കിട്ടിയില്ലേ? ആൻസർ കിട്ടിയില്ലേ? ആദ്യത്തെ 3 ടേം കിട്ടിയില്ലേ? സെറ്റ് അല്ലടാ? യെസ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് 3 അരിത്തമെറ്റിക് സീക്വൻസ്. 3 അരിത്തമെറ്റിക് സീക്വൻസ് ചെയ്തണം. പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ആദ്യത്തെ 7 ടേം, ഫസ്റ്റ് 7 ടേംസ് എന്തായിരിക്കണം? ഫസ്റ്റ് 7 ടേംസിന്റെ സം എന്തായിരിക്കണം? 70 ആയിരിക്കണം. ഫസ്റ്റ് 7 ടേംസിന്റെ സം 70 ആയിരിക്കണം. കുഴപ്പമില്ലല്ലോ. ഈ
7 ടേംസിന്റെ സമ്മ് 70 ആവണമെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനമാണ് 7 ടേംസിന്റെ മിഡിൽ ടേം ആണ് ഫോർത്ത് ടേം. ഫോർത്ത് ടേം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഫോർത്ത് ടേം മിഡിൽ ടേം ആണെന്ന് പറഞ്ഞില്ലേ? മിഡിൽ ടേം കണ്ടുപിടിക്കാൻ എന്തോ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ. എന്തായിരുന്നു ടെക്നിക്ക്? സം ബൈ നമ്പർ ഓഫ് ടേംസ്. എന്ത് ബൈ നമ്പർ ഓഫ് ടേംസ്? സം ബൈ നമ്പർ ഓഫ് ടേംസ്. മലയാളികൾ പറയും തുക ബൈ എണ്ണം, തുക ബൈ എണ്ണം. ആരവിടുത്തെ സമ്മ്? ആദ്യത്തെ എണ്ണത്തിന്റെ സമ്മ് 70 അല്ലേ? 70 ഡിവൈഡഡ് ബൈ 7. 70യിൽ എത്ര 7 ഉണ്ട്? 10. ഓക്കെ, നാലാമത്തെ ടേം കിട്ടിയില്ലേ? നാലാമത്തെ ടേം കിട്ടിയില്ലേ? ഇവിടെ നോക്കടാ, നാലാമത്തെ ടേം, നാലാമത്തെ നേരത്തായത് നാലാമത്തെ ടേം 10 ആണ്. അപ്പൊ മൂന്നാമത്തെ ടേം എത്രയായിരിക്കും? കോമൺ ഡിഫറൻസ് വേണ്ടേ സാറേ? കോമൺ ഡിഫറൻസ് ഇവിടെ എന്തോ പറഞ്ഞിക്കണോ? ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമൺ ഡിഫറൻസ് കൊടുക്കാം. ഞാൻ കോമൺ ഡിഫറൻസ് 1 എന്ന് കൊടുത്തു. 10ൽ നിന്നും 1 കുറച്ചാൽ 9 ആണ്. 9ൽ നിന്നും 1 കുറച്ചാൽ 8 ആണ്. 8ൽ നിന്നും 1 കുറച്ചാൽ 7 ആണ്. 7ൽ നിന്നും 1 കുറച്ചാൽ 6 ആണ്. അല്ല സാറേ, നിങ്ങൾ ഏട്ടാ പോണ്? ഇത് നാലാമത്തെ ടേമാ, ഇത് മൂന്നാമത്തെ ടേം, ഇത് രണ്ടാമത്തെ ടേം, ഇത് ഒന്നാമത്തെ ടേം. ഇത് ആരാ 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 അങ്ങനെ ആരോ ഒന്നും കൊണ്ടുവരാൻ പാടില്ല. കറക്റ്റ് നോക്കണം കേട്ടോ. നാലാമത്തേന്ന് നമ്മൾ 3 പ്രാവശ്യം കുറച്ച് വരാൻ പാടുള്ളൂ. ഇനി അങ്ങോട്ട് 3 കൂട്ടുകയും ചെയ്തോളി. 4നോട് 5ാമത്തെ ടേം വേണം, 6ാമത്തെ ടേം വേണം, 7ാമത്തെ ടേം വേണം അല്ലെ? 10നോട് 1 കൂട്ടിയാൽ 11, 12, 13. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? നോക്കി. ആണോ? ഇതിന്റെ സം എത്രയാണെന്ന് നോക്കിയേ. 7 + 8 15, 15. 15 + 9 24. 24 + 10 34. 34 + 11 45. 45 + 12 57. 57 + 13 70. അടിച്ചടാ മോനെ. ആദ്യത്തെ 7 ടേമിന്റെ സമ്മ് അല്ലെങ്കിൽ തുക 170 ആണ് എന്ന് കൃത്യമായിട്ട് കിട്ടി. കണ്ടോ? നമുക്ക് ഇവിടെ ആകെയുള്ള കണ്ടീഷൻ ഫോർത്ത് ടേം. ഇതാ ഈ ഫോർത്ത് ടേം 10 ആയിരിക്കണം. കോമൺ ഡിഫറൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോളി. ഞാൻ 2 എന്ന് കൊടുത്തു. നോക്കണേ, 10ൽ നിന്നും 2 കുറച്ചാൽ 8 ആണ്. 8ൽ നിന്നും 2 കുറച്ചാൽ 6 ആണ്. 6ൽ നിന്നും 2 കുറച്ചാൽ 4 ആണ് ഫാത്തിമ. ഇനി ഇവിടെ കൂട്ടിയുമാണ് അല്ലെ? 10നോട് 2 കൂട്ടിയാൽ 12 ആണ്. 12നോട് 2 കൂട്ടിയാൽ 14 ആണ്. 14നോട് 2 കൂട്ടിയാൽ 16 ആണ് ഫാത്തിമ. കിട്ടിയില്ലേ? ഇത് കൂട്ടി നോക്കിയാലും എത്ര കിട്ടുക? 70 ആണ് കിട്ടുക. അപ്പം ഫസ്റ്റ് അരിത്തമെറ്റിക് സീക്വൻസ് ആയി, സെക്കൻഡ് അരിത്തമെറ്റിക് സീക്വൻസ് ആയി. നമ്മളോട് 3 എന്നല്ലേ പറഞ്ഞത്? അടുത്ത ഞാൻ 10 എന്ന് എടുത്തു. കോമൺ ഡിഫറൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാം. ഞാൻ 3 എന്നിട്ടു. 10ൽ നിന്നും 3 കുറച്ചാൽ 7 ആണ്. 7ൽ നിന്നും 3 കുറച്ചാൽ 4 ആണ്. 4ൽ നിന്നും 3 കുറച്ചാൽ 1 ആണ്. അതുപോലെ അങ്ങോട്ട് കൂട്ടിയേ. 10നോട് 3 കൂട്ടിയാൽ 13. 13നോട് 3 കൂട്ടിയാൽ 16. 16നോട് 3 കൂട്ടിയാൽ 19, എക്സെട്ര എക്സെട്ര എക്സെട്ര. കണ്ടോ? ആദ്യത്തെ 7 ടേംസ് ആണ്. ഈ 7 ടേംസ് കൂട്ടിയാൽ എത്ര കിട്ടും നമുക്ക്? 70 കിട്ടുമടാ. എത്ര കിട്ടും? 70 കിട്ടും. ഡൗട്ട് ഉണ്ടോ? യെസ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sum of the first 3 terms of an arithmetic sequence, sum of first 3 terms of an arithmetic sequence is 30 and the sum of first 7 terms, ആദ്യത്തെ 7 ടേമിന്റെ സം 140 ആണെന്ന് പറയുന്നു. 140 ആണ്. അങ്ങനെയാണെങ്കിൽ what is the second term of the sequence? What is the second term? 3ന്റെ നടു സെക്കൻഡ് ആണെന്നുള്ളതിൽ വലിയ ഡൗട്ട് ഒന്നുമില്ലല്ലോ. മിഡിൽ ടേം ആണെന്ന് നമുക്കറിയാം. മധ്യപദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? മലയാളികൾ തുക ബൈ എണ്ണം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷുകാർ അതിന് പറയും സം ബൈ നമ്പർ ഓഫ് ടേംസ് അല്ലെ? സം ആരാ അവിടുത്തെ സമ്മ്? 3 എണ്ണത്തിന്റെ സമ്മ് 30. സോ 30 ഡിവൈഡഡ് ബൈ 3 ആൾക്കാരാണ്. സോ ആൻസർ ഈസ് 10. 30ൽ 3 10 ആണ്. സോ രണ്ടാമത്തെ ടേം 10 ആണ് കിട്ടി. സബ് ക്വസ്റ്റ്യൻ ബിയിലേക്ക് പോകുന്നു. സബ് ക്വസ്റ്റ്യൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത് ഫോർത്ത് ടേം ആരാന്നാ ചോദിച്ചത്? ഫോർത്ത് ടേം ആരാടാ? ഫോർത്ത് ടേം ഇതാ നോക്കിയേ. 7ന്റെ നടുവല്ലേ 4? 7ന്റെ നടുവല്ലേ 4? എടാ ഈ 4 7ന്റെ നടുവാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ അറിയോ? നേരെ 4ന്റെ ഡബിൾ എടുക്കുക. 4ന്റെ ഡബിൾ എത്ര? 8 അല്ലേ? അതിൽ നിന്ന് കുറച്ചാൽ മതി. ഇപ്പൊ ഇവിടെ നോക്കി 2ന്റെ ഡബിൾ എത്ര? 2ന്റെ ഡബിൾ 4 ആണ്. 4 1 കുറച്ചാൽ എത്രയായി? 3 ആയി. അപ്പൊ 3ന്റെ നടുവാണ് 2. ഇനി 4 ആരുടെ നടുവാന്ന് നോക്കാം. 4ന്റെ ഡബിൾ എടുക്കുക. 4ന്റെ ഡബിൾ എത്ര? 8. 8 1 കുറച്ച് എത്ര? കണ്ടോ? യെസ്. ആരുടെ നടുവാന്ന് നോക്കാൻ വേണ്ടി അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ പറയും 4ാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സം ബൈ നമ്പർ ഓഫ് ടേംസ് ചെയ്യാണ്. സം ബൈ നമ്പർ ഓഫ് ടേംസ് എത്രയാടാ സം? 140. 140 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് എത്ര ഉണ്ടടാ? 7. 140ൽ എത്ര 7 ഉണ്ടടാ? 20. സോ നമുക്ക് ഫോർത്ത് ടേമും കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 3 ടേംസ് ചെയ്താനാണ്. എടാ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. സെക്കൻഡ് ടേം 10 ആണ്. ഫോർത്ത് ടേം 20 ആണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ തോന്നുന്നുണ്ടോ? പണ്ട് വാപ്പച്ചി എന്തോ പറഞ്ഞു,
പാപ്പച്ചി പറഞ്ഞു കേരള കോണി ഫസ്റ്റ് വലത്തെ സൈഡ് പിന്നെ ഇടത്തെ സൈഡ് ഡി കണ്ടുപിടിച്ചൂടെ 20 - 10 ഡിവൈഡഡ് ബൈ 4 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10/2. 10/2 എത്രയാടാ 5 അല്ലേ? കോമൺ ഡിഫറൻസ് കിട്ടിയില്ലേ? സിമ്പിൾ. യെസ്, കോമൺ ഡിഫറൻസ് അല്ല കണ്ടുപിടിക്കേണ്ടത്, ഫസ്റ്റ് ടേം വേണം അല്ലേ? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ സെക്കൻഡ് ടേം നമ്മുടെ കയ്യിലുണ്ട്, വെറുതെ ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കേണ്ട. സെക്കൻഡ് ടേം അല്ല, സെക്കൻഡ് ടേം 10 ആണ് നമ്മുടെ കയ്യിലുണ്ട്, സെക്കൻഡ് ടേം 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ 5 കുറച്ചാൽ 10 5 കുറച്ചാൽ 5, ഇവിടെ 5 കൂട്ടിയാൽ 15 എക്സെട്ര എക്സെട്ര എക്സെട്ര. അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടിയില്ലേ? അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടിയില്ലേ? സെറ്റ് അല്ലേ? എടാ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാലോ? ഇവിടെ നോക്കടാ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിൽ കിടക്കുന്നു. ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്. ആദ്യത്തെ 5 ടേമിന്റെ സം എത്രയാണെന്ന് അറിയോ? 150 ആണ്. നെക്സ്റ്റ് ദെൻ ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. ആദ്യത്തെ 10 ടേംസിന്റെ സം എത്രയാണ്? 550 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് തേർഡ് ടേം കണ്ടുപിടിക്കാനാ പറഞ്ഞത്. തേർഡ് ടേം കണ്ടുപിടിക്കണം. എടാ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ തേർഡ് 6ന്റെ ഡബിളാ, 3ന്റെ ഡബിൾ 6, 6ൽ നിന്ന് 1 കുറച്ചാൽ 5. 5ന്റെ മിഡിൽ ടേം ആണ് എന്തെന്ന് പറയുന്നത്? 3 എന്ന് പറയുന്നത്. സോ സം ബൈ നമ്പർ ഓഫ് ടേംസ് തന്നെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തുക ബൈ എണ്ണം. ദാ സം ആരാ? തുകയാരാ? 150 ഡിവൈഡഡ് ബൈ ആരാടാ? 5 അല്ലേ? 5 ആൾക്കാരല്ലേ? 150ൽ നിന്നും 5 ഡിവൈഡ് ചെയ്താൽ എത്ര ആൻസർ കിട്ടും? 30 എന്ന ആൻസർ കിട്ടും. സെറ്റ് അല്ലേ? തേർഡ് ടേം കിട്ടിയില്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എയ്ത്ത് ടേം എന്നാ ചോദിച്ചത്. ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചു നോക്കണേ. x1 x2 x3 x4 5 6 7 8 9 10. ഈ 10 കൂടി കൂട്ടിയാൽ എത്ര കിട്ടുന്നാ പറഞ്ഞത്? 550 കിട്ടുന്നാ പറഞ്ഞത്. കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൽ നിന്നും ഈ ആദ്യത്തെ 5 എണ്ണം ഇത് കുറയ്ക്കുക. ആദ്യത്തെ 5 എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാ? 150 അല്ലേ? ആദ്യത്തെ 5 എണ്ണം 150 അത് കുറച്ചാൽ ആ 150 550 കുറച്ചാൽ നോക്കിയേ, 6ാമത്തെ ടേം പ്ലസ് 7ാമത്തെ ടേം പ്ലസ് 8ാമത്തെ ടേം പ്ലസ് 9ാമത്തെ ടേം പ്ലസ് 10ാമത്തെ ടേം ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? മൊത്തം 550 ആയിരുന്നു, അതിന് 150 കുറച്ചു. ബാക്കി ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? നമുക്ക് 400 കിട്ടും അല്ലെ? 550 - 150 400. ഇവിടെ സൂക്ഷിച്ചു നോക്കിയാൽ ഇതിന്റെ മിഡിൽ ടേം ആരാ? ഈ 5 എണ്ണത്തിന്റെ മിഡിൽ ടേം ആരാ? 8 അല്ലേ? സോ 8th ടേം കിട്ടാൻ വേണ്ടി, മിഡിൽ ടേം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? സം ബൈ നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ പോരെ? സം ആരാ? 400 അല്ലേ? 400ൽ എത്ര പേരുണ്ട്? വില എത്ര പേരുണ്ട്? 1 2 3 4 5 അല്ലേ? 10 ആണോ? അല്ല, ഇവിടെ 5 ആൾക്കാരേ ഉള്ളൂ. 1 2 3 4 5 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ 14 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടടാ? എത്ര കിട്ടും നോക്കിയേ. 40ൽ എത്ര 5 ഉണ്ട്? 8 0 80. കുഴപ്പമുണ്ടോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? യെസ്. മൂവിങ് ടു ദ നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ. സി ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങൾ ഏതെന്നാ ചോദിച്ചത്. എടാ കോമൺ ഡിഫറൻസ് അറിയോ? തേർഡ് ടേം എന്തെന്ന് പറഞ്ഞാൽ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ 30 ആണ്, 8th ടേം എന്ന് പറഞ്ഞാൽ 80 ആണ്. പണ്ട് ബാപ്പച്ചി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, കേരള കോണി. വലത്തെ സൈഡ് ആദ്യം കയറാ, പിന്നെ ഇടത്തെ സൈഡ് കയറാ. സോ 80 - 30 ഡിവൈഡഡ് ബൈ 8 - 3. നോക്കിയേ, 80ൽ നിന്നും 30 കുറച്ചാൽ 50 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. കോമൺ ഡിഫറൻസ് 10 ആണെന്ന് കിട്ടി. എനിക്കറിയാം തേർഡ് ടേം, എൻ്റെ തേർഡ് ടേം 30 ആണ്. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പെയുള്ള ടേം കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 10 കുറച്ചാൽ 20 കിട്ടും. 20ൽ നിന്നും 10 കുറച്ചാൽ 10 കിട്ടും. എനിക്ക് കുറയ്ക്കാണ്ടോ? ഇല്ല, ഇതാണ് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, എക്സെട്ര എക്സെട്ര എക്സെട്ര. ആദ്യത്തെ 3 ടേമാ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. കണ്ടുപിടിച്ചില്ലേ? കണ്ടുപിടിച്ചു. യെസ്, ഇറ്റ് ഈസ് വെരി ഈസി. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സം ഓഫ് 11th ടേം. 11th ടേമും 21st ടേമും കൂട്ടിയാൽ എത്രയാണ്? 80 ആണ്. അങ്ങനെയാണെങ്കിൽ 16th ടേം, 16ാമത്തെ ടേം ആരാ? ഇവിടെ സൂക്ഷിച്ച് നോക്കി. 11 12 13 14 15 16 17 18 19 20 21. ഇവിടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. 11 21 ഒരു പെയർ, 12 20 അടുത്ത പെയർ, 13 19 അടുത്ത പെയർ, 14 18 അടുത്ത പെയർ, 15 17 അടുത്ത പെയർ. ഇവനാരാ? ഇവൻ നടുവിലുള്ള ആളല്ലേ? മിഡിൽ ടേം അല്ലേ?
നടുവിലുള്ള ആളുടെ പ്രത്യേകത എന്തായിരുന്നു? ഈ പെയറിന്റെ പകുതിയാണല്ലേ നമ്മൾ പഠിച്ചത്. ഈ എത്ര പെയറുണ്ടോ ആ പെയറുകളൊക്കെ ഈക്വൽ ആയിരിക്കും. പക്ഷെ നടുവിലുള്ള ആളുടെ പ്രത്യേകത എന്താണ്? ആ ആളുടെ ഡബിൾ ആണ് ബാക്കിയുള്ളവരുണ്ടാവുക. അല്ലെങ്കിൽ മറ്റേ പെയറുകളുടെ ഈ പറയുന്ന പെയറുകൾ ഈ ഓരോ പെയറും 80 ആണെന്നാ പറഞ്ഞത്. ആ 80യുടെ പകുതിയാണ്. ആ 80യുടെ പകുതി ആരാടാ? ആ 80യുടെ പകുതി എന്ന് പറയുന്നത് അതായത് 16th ടേം ഈസ് ഈക്വൽ ടു ഈ പറയുന്ന 11th ടേമിന്റെയും 21st ടേമിന്റെയും 11th ടേമിന്റെയും 21st ടേമിന്റെയും എന്തായിരിക്കും എന്നാ പറയുന്നത്? പകുതിയായിരിക്കും. അതായത് 80 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 എന്നാണ്. നമ്മൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇത്രയും വലുതാക്കി ഇക്വേഷൻ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്താക്കിയാൽ മാത്രം മതി. ഈ പറയുന്ന സാധനം നടുവിൽ ഒറ്റക്കായി നിൽക്കുന്ന ആൾ എന്തായിരിക്കും? ഈ സൈഡിൽ നിൽക്കുന്ന ഓരോ പെയറിന്റെയും പകുതിയായിരിക്കും എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനിയിപ്പോൾ നമ്മളോട് ഒരു പെയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നടുവിൽ നിൽക്കുന്ന ആളുടെ ഡബിൾ ആയിരിക്കും എന്ന് മനസ്സിലാക്കിയാൽ മതി. ഈസി അല്ലേ? സെറ്റ് അല്ലേ? യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാറ് പെട്ടെന്ന് പോകാല്ലോ, കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ 3 എക്സസൈസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സാർ കുറച്ച് സ്പീഡിൽ പോകുന്നത്. സോ കൂടെ നിന്നുതരാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അടിക്കാം. സാർ അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. സോ കമ്മിങ് ബാക്ക് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കടാ, നമ്മുടെ ഒരു പെന്റഗൺ തന്നിട്ടുണ്ട്. ഈ പെന്റഗന്റെ ഓരോ ആംഗിൾസും ഇതാ നോക്കണേ. ഈ പെന്റഗന്റെ ഓരോ ആംഗിൾസും അരിത്തമെറ്റിക് സീക്വൻസിലാണെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ആംഗിൾസ് അരിത്തമെറ്റിക് സീക്വൻസിലാണെന്ന് പറഞ്ഞാൽ ഞാനിതാ ഇതിന്റെ ആംഗിൾസിൽ ഒന്നാമത്തെ ആംഗിൾസിനെ x1 എന്നും രണ്ടാമത്തെ ആംഗിളിനെ x2 എന്നും മൂന്നാമത്തെ ആംഗിളിനെ x3 എന്നും x4 x5 എന്ന് പറഞ്ഞ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ടേം ആക്കി മാറ്റിയതാണ് കേട്ടോ. നോക്കണേ, x1 x2 x3 x4 x5 അല്ലെ? 5 ടേം അല്ലേ ഉണ്ടാവുക? 5 ആംഗിൾ അല്ലേ ഒരു പെന്റഗൺ ഉണ്ടാവുക? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക. ഈ പെന്റഗന്റെ ഉള്ളിലുള്ള എല്ലാ ആംഗിളും കൂടി എന്താ ഈ പറയുന്ന എല്ലാ ആംഗിളും കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടുക നമുക്ക്? സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് എത്രയാണെന്ന് അറിയാം മക്കളെ നിങ്ങൾക്ക്? 540 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്? 540 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇത് 5 എണ്ണം കൂടി കൂട്ടിയാൽ 540 ഡിഗ്രി കിട്ടും. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ നോക്കിയേ? തേർഡ് ടേം. ഇതിങ്ങനെ അങ്ങനെ ഓർഡറിലാക്കി എഴുതി കഴിഞ്ഞാൽ തേർഡ് ആംഗിൾ, മൂന്നാമത്തെ ആംഗിൾ ആരായിരിക്കും? അല്ലെങ്കിൽ മൂന്നാമത്തെ ടേം ആയിരിക്കും ആരായിരിക്കും എന്നാ ചോദിച്ചത്. നമ്മുടെ മൂന്നാമത്തെ ടേം ആരാടാ? x3 ആരാ? മിഡിൽ ടേം അല്ലേ? മിഡിൽ ടേം അല്ലേ? മിഡിൽ ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചത്. സം ബൈ നമ്പർ ഓഫ് ടേംസ്. സമ്മാര 540 ഡിവൈഡ് ബൈ എത്ര ആൾക്കാരുണ്ടോ അവല്? ഇവർ 5 ആൾക്കാരല്ലേ? 5. അങ്ങനെയാവുമ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ കിട്ടുക? 108 ഡിഗ്രി എന്ന് കിട്ടും. 108 എന്ന ആൻസർ കിട്ടും. ഡൗട്ട് ഉണ്ടോ? അതായത് 540 അല്ലെങ്കിൽ 540 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 108 എന്ന് കിട്ടും. അതായത് നമുക്ക് മനസ്സിലായി തേർഡ് ടേം എന്ന് പറയുന്നത് ആരാണ്? 108 ആണെന്ന് മനസ്സിലായി. പക്ഷെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ, അത് തേർഡ് ടേം നമുക്ക് കിട്ടിയിട്ടോ. അടുത്ത ക്വസ്റ്റ്യനിൽ സ്മോളസ്റ്റ് ആംഗിൾ 40 ആവുകയാണെങ്കിൽ, സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടേം ആയിരിക്കില്ലേ? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 40 ആവുകയാണെങ്കിൽ ബാക്കിയുള്ള ടേമുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ആംഗിളുകൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ആർ ദ അതർ ആംഗിൾസ്? മറ്റുള്ള ആംഗിളുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഒന്നിവിടെ സൂക്ഷിച്ചു നോക്കിയേ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ബാപ്പച്ചി പറഞ്ഞു. എന്താണ് ബാപ്പച്ചി പറഞ്ഞത്? കേരള കോണിന്ന് ഫസ്റ്റ് വലത്തെ സൈഡ് കയറുന്നു, പിന്നെ ഇടത്തെ സൈഡ് കയറുന്നു. അങ്ങനെയാണെങ്കിൽ 108 മൈനസ് 40 ഡിവൈഡഡ് ബൈ 3 മൈനസ് 1. 108ൽ നിന്നും 40 കുറച്ചാൽ എത്രയാടാ? 68 ഡിവൈഡഡ് ബൈ ദാ നോക്കിയേ 3ൽ നിന്നും 1 കുറച്ചാൽ എത്രയാടാ? 2 ആണ്. 68 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 34 എന്ന ആൻസർ കിട്ടും. അതായത് നമ്മുടെ കോമൺ ഡിഫറൻസ് 34 ആണ്. ഫസ്റ്റ് ടേം എത്രയാണെന്ന് നമുക്കറിയാം, 40. സെക്കൻഡ് ടേം എത്രയായിരിക്കും? 34 ആഡ് ചെയ്താൽ പോരെ? 74. അടുത്ത 74നോട് 34 ആഡ് ചെയ്താൽ എത്രയായിരിക്കും? 108. 108നോട് 34 ആഡ് ചെയ്താൽ എത്രയായിരിക്കും? 142 അല്ലേ? 142 എന്ന് കിട്ടും. 142നോട് നമ്മൾ പിന്നെയും 34 ആഡ് ചെയ്താലോ? 176 എന്ന് കിട്ടും. അതായത് പെന്റഗന്റെ ആദ്യത്തെ 5 അല്ലെങ്കിൽ പെന്റഗൺ ആദ്യം 5 തന്നെ ഉള്ളൂ. പെന്റഗണിലെ 5 ടേമുകളും അല്ലെങ്കിൽ 5 ആംഗിളുകളും നമുക്ക് എന്തായി കിട്ടി. അങ്ങനെയാണെങ്കിൽ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ. ഏറ്റവും ചെറിയ കോണ് 36 ആകുമോ? Can the smallest angle be 36? അവിടെ ആകുമോ എന്ന് ചോദിച്ചില്ല തന്നെ ഒരു പന്തികളുണ്ട്. എന്നാലേ നമുക്ക് ചെയ്തു നോക്കാം. ഫസ്റ്റ് ടേം 36, തേർഡ് ടേം നമുക്കറിയാം മാറുന്നില്ല, 108, 108. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്? ഫസ്റ്റ് തന്നെ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. ബാപ്പച്ചി പറഞ്ഞു കേരള കോണി 108 മൈനസ് 36 ഡിവൈഡഡ് ബൈ 3 മൈനസ് 1. 108 നിന്നും 36 കുറച്ചാൽ എത്രയാടാ? 108ൽ നിന്നും 36 കുറച്ചാൽ 72 ഡിവൈഡഡ് ബൈ
3 minus 1 2 അല്ലേ 72 എത്ര 2 ഉണ്ടടാ 72 2 36 കോമൺ ഡിഫറൻസ് 36 എന്ന് കിട്ടിയില്ലേ ഫസ്റ്റ് ടേം 36 അടുത്തത് 36 അതിനോട് ആഡ് ചെയ്താൽ 72 അടുത്തത് 72 അതിനോട് ആഡ് ചെയ്താൽ 108 108 36നോട് ആഡ് ചെയ്താൽ 144 and the last term 144 നോട് 36 ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയേ ഒരു സ്ട്രെയിറ്റ് ലൈൻമേൽ ഉണ്ടാവുന്ന ഇങ്ങനെ പോകുന്ന ആംഗിളിന് പറയുന്ന പേരാണ് 180 ഡിഗ്രി അങ്ങനെ ഒരു മൂല ഉണ്ടാവുമോ പെന്റഗൺ ഇതാ ഇവിടെ ദാ ഈ മൂല എങ്ങനെ ഉണ്ടാകുന്നതിന് പകരം ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കും ഇവിടെ ഉള്ള ആംഗിൾ 180 ഡിഗ്രി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നാൽ പിന്നെ ഇതിന് പെന്റഗൺ എന്ന് പറയും കോർഡിലേറ്റർ എന്നല്ലേ പറയൂ സാറേ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ല അതായത് ഏറ്റവും ചെറിയ ആംഗിൾ 36 ആയിട്ട് വരാൻ ചാൻസ് ഇല്ല അതുകൊണ്ടാണ് അവിടെ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചത് യെസ് മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടാ മോനെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 4 ടേമിന്റെ സമ്മ് എന്ന് പറയുന്നത് 100 ആണെന്നാ പറഞ്ഞിരിക്കുന്നത് കുഴപ്പമില്ലല്ലോ ഇങ്ങനത്തെ 4 അടുത്തിന്റെ സീക്വൻസ് ചെയ്താൽ എടാ ഞാൻ ചോദിക്കട്ടെ x1 ഉണ്ട് x2 ഉണ്ട് x3 ഉണ്ട് x4 ഉണ്ട് ഇത് 4 കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുക ഇത് 4 കൂടി കൂട്ടുമ്പോൾ 100 അല്ലേ കിട്ടുക ഒന്ന് ഇവിടെ സൂക്ഷിച്ച് നോക്കിയേ ഒന്നാമത്തെ ആളും നാലാമത്തെ ആളും കൂടി ഒരു പേരാവും രണ്ടാമത്തെ ആളും മൂന്നാമത്തെ ആളും കൂടി രണ്ടാമത്തെ പേരാവും അപ്പൊ ഇവിടെ മൊത്തം ഉണ്ടാക്കാൻ പറ്റുന്ന പേർ എന്ന് പറയുന്നത് 2 പേരാ എത്ര പേരാ 2 പേര് എത്ര പേരുണ്ടാക്കാം 2 പേരുണ്ടാക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കണേ 2 പേരും കൂടി കൂട്ടിയാൽ 100 അല്ലേ കിട്ടുക അങ്ങനെയാണെങ്കിൽ ഒരു പേർ എത്ര ആയിരിക്കും 1 പേർ ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും 50 അല്ലേ കാരണം എന്താ 100ന്റെ പകുതി അല്ലേ ഉണ്ടാവുക സോ 2 പേർ 100 ആണെങ്കിൽ ഒരു പേർ എന്ന് പറയുന്നത് 100/2 100/2 എത്രയാണ് 50 ആണ് സോ ഒരു പേർ 50 ആണ് കിട്ടി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കണം രണ്ടാമത്തതും മൂന്നാമത്തതും 2 ഞാൻ ഒന്നുകൂടി എഴുതണേ രണ്ടാമത്തതും മൂന്നാമത്തതും കൂടി കൂട്ടിയാൽ 50 കിട്ടണം അങ്ങനത്തെ ഏതൊക്കെ നമ്പേഴ്സ് ഉള്ളത് ജസ്റ്റ് നോക്കിയേ 24 26 2 കൂടി കൂട്ടിയാൽ 80 അല്ലേ അങ്ങനെയാണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര നോക്കിയേ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 അല്ലേ നോക്കിയേ 4നോട് 2 കൂട്ടിയപ്പോൾ 26 കിട്ടി 24നോട് 24നോട് 2 കൂട്ടിയപ്പോൾ 26 കിട്ടി അങ്ങനെയാണെങ്കിൽ 2 കുറച്ചേ 24ന് 2 കുറച്ചേ 22 26നോട് 2 കൂട്ടിയേ 28 കണ്ടോ നാലാമത്തെ ടേമും കിട്ടി ഒന്നാമത്തെ ടേമും കിട്ടി ഫസ്റ്റ് ടേമും കിട്ടി സെക്കൻഡ് ടേമും കിട്ടി തേർഡ് ടേമും കിട്ടി ഫോർത്ത് ടേമും കിട്ടി ഇത് 4 കൂടി കൂട്ടിയാൽ എത്ര കിട്ടി 100 കിട്ടി അതുപോലെ തന്നെ നിങ്ങൾ ഇതാ സെക്കൻഡ് ടേമും തേർഡ് ടേമും വേറെ ഏതെങ്കിലും ഒന്ന് എടുത്ത് നോക്കി 23യും 27നും എടുക്കുക ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര വന്നത് നോക്കി 4 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് വന്നത് അങ്ങനെയാണെങ്കിൽ 4 കുറച്ച് ഇവിടുന്ന് 4 കുറച്ച് 19 23 4 കുറച്ചപ്പോൾ 27നോട് 4 കൂട്ടിയപ്പോൾ 31 കണ്ടോ ഇനി വേറെ നമ്മൾക്ക് ഞാൻ 20 30 എടുക്കാം 20യും 30യും കൂട്ടിയാൽ അതുപോലുള്ള 2 ടേം കൂട്ടിയാൽ 50 കിട്ടണം ഒരു പേര് 50 അല്ലേ 20യും 30യും കൂട്ടിയാൽ 50 ആണ് പക്ഷെ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര വന്നത് 10 ആണ് അപ്പൊ 20നും 10 കുറച്ചാൽ എത്ര 10 13നോട് 10 കൂട്ടിയാൽ എത്ര 40 കണ്ടോ അടുത്ത അരിത്തമെറ്റിക് സീക്വൻസ് ആയി 3 അരിത്തമെറ്റിക് സീക്വൻസ് ആയില്ലേ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 25 എടുക്കാം എത്ര 25 ഇവിടെ നോക്കിയേ 25,25 ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര ആണെന്നേ ഉള്ളൂ 0 ആണ് കോമൺ ഡിഫറൻസ് എന്താ 0 വന്നൂടെ അപ്പൊ 25 കണ്ടോ 4 അരിത്തമെറ്റിക് സീക്വൻസ് ആയി വളരെ ഈസി അല്ലേ യെസ് മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 5 ആദ്യത്തെ ടേം 5 ആകുമ്പോൾ ആയിക്കോട്ടെ നോ പ്രോബ്ലം ആൻഡ് സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് ആദ്യത്തെ 6 ടേമിന്റെ സമ്മ് 105 ആണ് ശ്രദ്ധിക്കണേ ആദ്യത്തെ 6 ടേം ഏതാന്നാ ചോദിച്ചത് ഞാൻ ചോദിക്കട്ടെ ഒന്നാമത്തെ ടേം രണ്ടാമത്തെ ടേം മൂന്നാമത്തെ ടേം നാലാമത്തെ ടേം അഞ്ചാമത്തെ ടേം ആറാമത്തെ ടേം ഈ 6 ടേമുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയെന്ന് വെച്ചാൽ ഈ 6 ടേമുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണെങ്കിൽ ഇവരാരൊക്കെ പേരാവുക ഒന്നാമത്തവും ആറാമത്തവും പേരായി രണ്ടാമത്തവും അഞ്ചാമത്തവും പേരായി മൂന്നാമത്തതും നാലാമത്തതും പേരായി എത്ര പേരുണ്ട് 3 പേർ അല്ലേ നോക്കണേ 3 പേര് കൂടിയാൽ എത്ര കിട്ടുന്ന പറഞ്ഞത് 105 കിട്ടും 3 പേര് കൂട്ടിയാൽ 3 കൂടി കൂട്ടിയാൽ 105 3 പേര് കൂട്ടിയാൽ 105 അങ്ങനെയാണെങ്കിൽ ഒരു പേര് കൂട്ടിയാൽ എത്ര കിട്ടടാ 105 ഡിവൈഡഡ് ബൈ 3 അല്ലേ 105ൽ എത്ര 3 ഉണ്ടടാ 105ൽ എത്ര 3 ഉണ്ട് 35 അല്ലേ അപ്പൊ ഒരു പേരെന്ന് പറഞ്ഞാൽ 35 അല്ലേ 35 1 പേർ ഈസ് ഈക്വൽ ടു 35 ഇതിൽ ഏത് പേരിന് എടുക്കുന്ന നല്ലത് നമുക്ക് ഫസ്റ്റ് ടേം ഇവിടെ തന്നില്ലേ
അപ്പൊ ഫസ്റ്റ് ടേമിലുള്ള പെയർ എടുക്കുന്നല്ലേ നല്ലത്. ഫസ്റ്റ് ടേമിലുള്ള പെയർ ഏതാ? x1 + x6. x1 + x6 ഈസ് ഈക്വൽ ടു അത് രണ്ടും കൂടി കൂട്ടിയാൽ ഒരു പെയർ എന്ന് പറഞ്ഞാൽ 35 അല്ലേ? സോ ഫസ്റ്റ് ടേം ആരാ? ഫസ്റ്റ് ടേം 5 ആണ് സാറേ. 5 + 6th ടേം ഈസ് ഈക്വൽ ടു 35. ഈ 5നെ ഞാൻ നടുകടത്തി. എന്തു കടത്തി? അപ്പുറത്തേക്ക് നാട് കടത്തി. അപ്പോൾ x6 ഈസ് ഈക്വൽ ടു 35 - 5. ദാറ്റ് ഈസ് ഈക്വൽ ടു x6. 6th ടേം എന്ന് പറയുന്നത് ആരാണ്? 30 ആണെന്ന് കിട്ടി. കണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്, യെസ്, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ആരാണ്? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5 ആണ്. കോമൺ ഡിഫറൻസ് അല്ല, നമ്മുടെ 5th ടേം അല്ല 6th ടേം എന്ന് പറയുന്നത് 30 ആണ്. എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? ഡി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബാപ്പച്ചി പറഞ്ഞു കേരള കോണി ഫസ്റ്റ് വലത്തെ സൈഡ് 30 - 5 ഡിവൈഡഡ് ബൈ 6 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. കോമൺ ഡിഫറൻസ് എത്രയാന്ന് കിട്ടി? 5 ആന്ന് കിട്ടി. ഫസ്റ്റ് ടേം നമുക്ക് ഓൾറെഡി അറിയാം 5 ആണ്. സെക്കൻഡ് ടേമിനോട് 5 ഫസ്റ്റ് ടേമിനോട് 5 കൂട്ടിയാൽ എന്ത് കിട്ടി? സെക്കൻഡ് ടേം കിട്ടി. വീണ്ടും ഞാൻ കോമൺ ഡിഫറൻസ് കൂട്ടി, വീണ്ടും ഞാൻ കോമൺ ഡിഫറൻസ് കൂട്ടി, വീണ്ടും ഞാൻ കോമൺ ഡിഫറൻസ് കൂട്ടി, വീണ്ടും ഞാൻ കോമൺ ഡിഫറൻസ് കൂട്ടി. അങ്ങനെ കൂട്ടി 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 പോയാൽ നമുക്ക് ആദ്യത്തെ 6 ടേം കിട്ടിയില്ലേ? കിട്ടിയടാ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ സം ഓഫ് 7th ടേം ആൻഡ് 8th ടേം. 7th ടേമും 8th ടേമും കൂട്ടിയാൽ എത്ര കിട്ടുന്ന പറഞ്ഞത്? 50 കിട്ടുന്നാണ് പറഞ്ഞത് അല്ലേ? 7th ടേമും 8th ടേമും കൂട്ടിയാൽ 50 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 14 ടേമിന്റെ സം എത്രന്നാ ചോദിച്ചത്? ഒന്നിവിടെ സൂക്ഷിച്ചു നോക്കടാ. 7ഉം 8 എന്ന് പറഞ്ഞാൽ ഒരു പെയർ അല്ലേ? ഒരു പെയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ആണ്. അങ്ങനെയാണെങ്കിൽ 14 ആൾക്കാരാ, ഒരു 14 ആൾക്കാർ, ഒരു 14 പീപ്പിൾസിനെ ഇങ്ങനെ നിരത്തി നിർത്തിയാൽ നിങ്ങൾക്ക് എത്ര പെയർ ഉണ്ടാക്കാൻ പറ്റൂടാ? 14 1 4 14. 14 എന്ന് പറഞ്ഞാൽ സാറേ 7 പെയറിന് ഉണ്ടാക്കാൻ പറ്റും. എത്ര പെയർ ഉണ്ടാക്കാൻ പറ്റും? 7 പെയർ. 1 പെയർ എന്ന് പറഞ്ഞാൽ 50 ആണെങ്കിൽ 7 പെയർ എന്ന് പറയുമ്പോൾ 7 × 50. 7 × 50 എത്രയാടാ? 350 അല്ലേ? സമ്മ് കിട്ടിയില്ലേ? സമ്മ് കിട്ടിയില്ലേ? കിട്ടിയടാ ആൻസർ. യെസ്. മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ സാറ് 3ഉം 4ഉം ആണ് ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തതും 4ാമത്തതാണ് ചെയ്യാൻ പോകുന്നത്. അത് നോക്കിയിട്ട് നിങ്ങൾ 1ന്റെയും 2ന്റെയും ആൻസർ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഇടണം. യെസ്. കമ്മിങ് ടു ദ പോയിന്റ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം ആദ്യം. കുറച്ച് ടഫുള്ള 3ഉം 4ഉം ആണ്. അതുകൊണ്ടാണ് 3ഉം 4ഉം സാറ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് സെക്കൻഡും അതേ മോഡലുള്ള ക്വസ്റ്റ്യൻ ആണ്. 3ന്റെ അതേ മോഡലുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡിന്റെ അതേ മോഡലുള്ള ക്വസ്റ്റ്യൻ ആണ് 4th ക്വസ്റ്റ്യൻ. സോ നമ്മൾ ആദ്യം 3ഡിലേക്കാണ് പോകുന്നത്. ദ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 30 ആൻഡ് ആദ്യത്തെ 5 ടേമിന്റെ സം എത്രയാണെന്നറിയോ? 300 ആണ്. എടാ 5 ടേമിന്റെ സം എന്ന് പറയുമ്പോൾ 3rd ടേം കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? മിഡിൽ ടേം അല്ലേ? സം ബൈ നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ പോരെ? അങ്ങനെയാവുമ്പം 300 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ, അതായത് 5ന്റെ നടുവിലുള്ള ടേം ആണ് 3. സോ 300 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 60 എന്ന ആൻസർ കിട്ടില്ലേ? 3rd ടേം കിട്ടിയില്ലേ? ഫസ്റ്റ് ടേം നമുക്ക് അറിഞ്ഞൂടെ? ഫസ്റ്റ് ടേം 30, തേർഡ് ടേം 60. കോമൺ ഡിഫറൻസ് ഡി കണ്ടുപിടിക്കാൻ ബാപ്പച്ചി പറഞ്ഞു കേരടാ കോണി. കോണി കയറിക്കൂടെ? ഫസ്റ്റ് വലത്തെ സൈഡ് 60 - 30 ഡിവൈഡഡ് ബൈ 3 - 1. 60ൽ നിന്നും 30 കുറച്ചാൽ എത്രയാടാ? 30 ഡിവൈഡഡ് ബൈ 3ൽ നിന്നും 1 കുറച്ചാൽ എത്ര? 2. 30ൽ എത്ര 2 ഉണ്ട്? 15. കോമൺ ഡിഫറൻസ് കിട്ടിയില്ലേ? കോമൺ ഡിഫറൻസ് കിട്ടിയ ഫസ്റ്റ് ടേം 30 ആണ്. ഫസ്റ്റ് ടേം 30, കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 15 കൂട്ടുക 45, 45നോട് പിന്നെയും 15 കൂട്ടുക 60 എക്സെട്ര 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 എന്ന് പറഞ്ഞു പോകില്ലേ? കുഴപ്പമുണ്ടോ? ഈസി അല്ലേ? ഇതുപോലെ തന്നെയാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനും. ഇവിടെ സം ഓഫ് 3 ടേംസ് ആണ് തന്നത്. 3 ടേംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിച്ചൂടെ? സം ബൈ നമ്പർ ഓഫ് ടേംസ്. എന്നാൽ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4th ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടേം 30 ആണെന്നും ആദ്യത്തെ 6 ടേം 6 ടേംസിന്റെ സമ്മ് 300 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യാ? ഇവിടെ നോക്കണേ. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, 4th ടേം, 5th ടേം, 6th ടേം എത്ര പേരാ വന്ന് നോക്കി? 1 2 3 3 പേരുണ്ടാക്കി. അതായത് 3 പേര് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300 ആണ്. അങ്ങനെയാണ് ഒരു പേർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും പറഞ്ഞേ? 300 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പെയർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 1 പെയർ ഈസ് ഈക്വൽ ടു 100 എന്ന ആൻസർ കിട്ടി നമുക്ക്. ഒരു പെയർ 100 ആണ്. ഒരു പെയർ എത്രയാണ്? 100 ആണ്. നിങ്ങൾ നോക്കിയേ, ഇതിൽ ഫസ്റ്റത്തെ പെയറും 6ഉം x1ഉം പ്ലസ് x6ഉം കൂട്ടിയാൽ 100. അതിൽ ഫസ്റ്റ് ടേം ആരാന്ന് നമുക്ക് തന്നിട്ടുണ്ട്
30 ആണ്. 30 പ്ലസ് 6th ടേം ഈസ് ഈക്വൽ ടു 100. ഈ 30 എന്ന് പറയുന്ന പ്ലസ് 30 നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും? 6th ടേം ഈസ് ഈക്വൽ ടു 100 മൈനസ് 30. ദാറ്റ് ഈസ് ഈക്വൽ ടു 70 എന്ന് ആൻസർ കിട്ടും. 6th ടേം കിട്ടിയില്ലേ? എത്രാമത്തെ ടേം കിട്ടി? 6th ടേം കിട്ടി. ഫസ്റ്റ് ടേം നമുക്കറിയാം, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 30 ആണ്. 6th ടേം എന്ന് പറയുന്നത് 70 ആണ്. ബാപ്പച്ചി എന്ത് പറഞ്ഞടാ? ബാപ്പച്ചി പറഞ്ഞു കേറടാ കോണി, d is equal to 70 minus 30 divided by 60 minus 60 സോറി ദാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചേ. ദാ d is equal to ഫസ്റ്റ് വലത്തെ സൈഡ് പിന്നെയും വലത്തെ സൈഡ് അല്ല കയറേണ്ടി സാറേ, ഫസ്റ്റ് വലത്തെ സൈഡ് കയറാം പിന്നെ ഇടത്തെ സൈഡ് കയറണം. സോ 70 minus 30 divided by 6 minus 1 that is equal to 40 divided by 5. 40 എത്ര 5 ഉണ്ടടാ? 40 8 ആണ്. സോ കോമൺ ഡിഫറൻസ് 8 ആണ് കിട്ടി. ഫസ്റ്റ് ടേം 30 ആണ്. 30നോട് ഞാൻ 8 കൂട്ടിയാൽ 38 ആണ്. 38നോട് ഞാൻ 8 കൂട്ടിയാൽ 46 ആണ്. 46നോട് ഞാൻ 8 കൂട്ടിയാൽ 54 ആണ്. എക്സെട്ര. അങ്ങനെ എനിക്ക് അരിത്തമെറ്റിക്സ് അവിടെ കിട്ടും. സെറ്റ് അല്ലടാ? സെറ്റ് അല്ലേ? സോ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് വരാം. അതുവരേക്കും ഇറ്റ്സ് മീ സെറിൻ വടകൻ സൈനിങ് ഓഫ് ഫ്രം ആർക്കെനെക്സ്. ബൈ, സീ യു ലേറ്റർ.